എൻ്റെ ഒരു ടുട്ടു പുതിയൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സിനിമയൊക്കെ കണ്ട് ഇവിടെ എത്തിയിട്ട് കുറേ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുമ്പോഴാണ് ആലോചിച്ചത് നിങ്ങളായ. അപ്പോൾ ഇത് ഞങ്ങളുടെ കടയാണ്. അപ്പോൾ ഇത് പാലയ്ക്ക് റെഡ് ബേക്കറിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കൗണ്ടറിൽ ഞാനാണ് ഇരിക്കുന്നത്. കണക്ക് കൂട്ടാനല്ല, എഴുതാനും പൈസ തിരിച്ച് കൊടുക്കാനും അറിയണതാണെങ്കിൽ ഞാനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ വെള്ളപ്പളൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ. ഇപ്പോഴും വലിയ പഠിക്കാനൊക്കെ ഉണ്ടാവും. അമ്മ എപ്പോഴും ഉണ്ടാവും. 6 മണിക്കാകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ അപ്പം ഇരുന്ന് പഠിക്കാനുള്ള നേരെ കിട്ടുള്ളൂ. അപ്പോൾ പഠിക്കാനില്ലെങ്കിൽ തന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വരും. കുറച്ചുള്ളതെന്ന് വെച്ചാൽ നാളെ രാവിലെ പഠിച്ചെടുക്കും ഞാൻ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയൊക്കെ കണ്ട് കുറേ നേരമായിട്ടോ. ഞാനും ഡുഡുവിനെ കൊണ്ടാക്കാൻ വേണ്ടി കാറിൽ പോയപ്പോൾ ഡുഡു കരഞ്ഞു കേട്ടോ. ഞാൻ പറയണ കണ്ടിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തി. അമ്മ ഞങ്ങൾ അപ്പം പറഞ്ഞു അവിടെ എത്തണം, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ വീട്ടിലാക്കിയിട്ടായിരുന്നു തീരുമാനം. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി എന്നെ അവിടെ കൊണ്ടുവച്ച് കാറ് അവിടെ കൊണ്ടുവച്ചിട്ട് ഞങ്ങളെ വീട്ടിലാക്കണം എന്തായാലും. അവിടെ കാറ് അവിടെ കൊണ്ടുവച്ച് ബൈക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ സമയവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സന്തോഷത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നു. ഞാൻ ആദ്യം തന്നെ വന്ന് കവറിൻ്റെയിൽ വന്നിരിക്കും. കവറിൻ്റെ അണ്ടേ എഴുതാൻ പറഞ്ഞത് ഞാൻ ഈ ലിസ്റ്റിൽ എഴുതും. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നടക്കുന്നത്. ഫിജോ ചേട്ടൻ ഉണ്ടോ. അപ്പോൾ ഫിജോ ചേട്ടൻ ഇല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഇരിക്കാറുള്ളത്. ഫിജോ ചേട്ടൻ ഇപ്പം നേരെ ഒന്നും കിട്ടാണ്ടാകുമ്പോൾ സോറി ഞാൻ ചിലപ്പോൾ ഇരിക്കും, അല്ലെങ്കിൽ അപ്പനല്ലെങ്കിൽ അമ്മ ഉച്ചയ്ക്ക് ഇരിക്കും. ഞങ്ങളെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്നലെ ഞാൻ നിൽക്കാൻ പോയിരുന്നു. അപ്പോൾ ഇന്നലെ മുന്നേ അപ്പോൾ നിൽക്കാൻ പോയപ്പോൾ അമ്മ ഒരു വട്ടം നിന്നിട്ട് പിന്നെ അപ്പനാണ് നിന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിച്ചേ കാണാം. അപ്പോൾ ഇങ്ങനത്തെ പിന്നെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വക ബൈ ബൈ.